ഇവിടെ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അതിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇതിൽ ആദ്യം മുതലേ പങ്കെടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മഹർഷത്തിൻ്റെ പാരമ്യത്തിലാണ് എന്ന് പറയുന്നതിന് ഒരു സംശയവും ഞങ്ങൾക്കില്ല. ആദ്യം വന്നപ്പോൾ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ അതിൻ്റെ തലം മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പ്രത്യേകത, കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഞാനിവിടെ പങ്കെടുത്ത ഒരാളാണ്. അന്ന് മനസ്സിന് വളരെ വിഷമത്തോടു കൂടിയാണ് മടങ്ങിപ്പോയത്. ആ വിഷമത്തിൻ്റെ കാരണം ഞാൻ നമ്മുടെ കേരളത്തിലുള്ള ചില മഹത്തുക്കളായിട്ട് സംസാരിച്ചിരുന്നു. കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ലേ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞത്. കാരണം ഇതിനൊക്കെ രൂപം കൊടുത്ത ആദിശങ്കരൻ്റെ ജന്മസ്ഥലത്തിന് ഈ കുംഭമേളയിൽ യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലം പോലും ഭാരതത്തിലില്ല എന്നുള്ള രൂപത്തിലായിരുന്നു അത് കണ്ടിരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് അന്ന് ഇത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്വാമിജി ആനന്ദവനം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയെന്നോളം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞു. ഇവിടെ 1-2 ആഴ്ച താമസിച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സ്വാമിജി പറഞ്ഞു, നമുക്കിപ്രാവശ്യം കുംഭമേളയിൽ നമുക്ക് ഒരു ഇടം കിട്ടും. അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഈ കുംഭമേളയിൽ ഉണ്ടാവും. അതിനുള്ള ശ്രമങ്ങൾ പിന്നെ ആരംഭിച്ചു. അതാണ് ഇന്ന് ഈ രൂപത്തിൽ രൂപം പ്രാപിച്ചത് എന്ന് നമുക്കറിയാം. ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ, മലയാളികളെ സംബന്ധിച്ച് കുംഭമേളയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതല്ലാതെയുള്ള നമ്മുടെ മീഡിയയുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മീഡിയ പ്രത്യേകിച്ച് അവരിവിടെ നടക്കുന്ന ഭാവാത്മകമായ ഒരു കാര്യവും കാണാനില്ല. അതേ അവസരത്തിൽ അഴുക്കുചാലിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നോക്കി നടക്കുന്ന മീഡിയയുടെ മുമ്പിൽ അത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഇന്ന് മലയാളികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാനിവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്ന നമ്മുടെ ഒരു മലയാള സുഹൃത്തിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ 4 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ മലയാളികൾ വന്നു പോയി എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 12 ബസ്സിൽ ഒരുമിച്ച് ആൾക്കാർ ഇവിടെ വന്നു. അതിലാകെ കേരളത്തിൻ്റെ ഞങ്ങളുടെ ഇവിടെ ഏർപ്പാടുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാവരും നമ്മൾ സമീപിക്കാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നത്, ഈ വരുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാനോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള വലിയ വിഷമമുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗംഗയിലാണ്, ഗംഗാ നദിക്കുള്ളിലാണ്. നമ്മുടെ പിന്നിൽ കാണുന്ന ആ പോസ്റ്റിൻ്റെ 2 ഇരട്ടി മുകളിലായിരിക്കും ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇവിടെ ജലം നിറയുന്നത്. ആ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പിന്നിൽ കാണുന്ന റോഡ് അത് സ്റ്റീൽ പ്ലേറ്റ് ഇട്ടുകൊണ്ടുള്ള റോഡാണ്. അതാണ് അതിൻ്റെ അങ്ങനെയുള്ള റോഡ്. ഈ 35 കിലോമീറ്റർ ചതുരശ്ര മീറ്ററിൻ്റെ ഉള്ളിൽ 1100 കിലോമീറ്റർ റോഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു 21 പേരടങ്ങുന്ന പക്ഷേ ഈ കാര്യങ്ങളോട് ഒരു യോജിപ്പുമില്ലാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ, അതിൽ വ്യത്യസ്തമായുള്ള സംഘടനാ നേതൃത്വമുള്ളവരുണ്ട്. അവർ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, ഇതെങ്ങനെ ഇതൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇത് നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ നിങ്ങളാരും തുനിഞ്ഞില്ലല്ലോ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. ഈ തരത്തിലൊക്കെ ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഈ രൂപമാണ് ഇതാണ് മലയാളികളുടെ റിയാക്ഷൻ. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ റിയാക്ഷൻ ഇതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കേട്ടറിഞ്ഞ കാര്യം നേരിട്ട് കണ്ടറിയണു, അനുഭവിച്ചറിയുന്നു. ഈ ആദ്യത്തെ ഷാജി സ്നാന ദിവസം 10 കോടി ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇവരുടെ കണക്ക് പറയുന്നത്. അന്നാണ് ഈ സ്റ്റാമ്പേഡൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്. അതും നമ്മൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കി. പക്ഷേ അത് ഇതിനകത്തുള്ളവരാരും അറിഞ്ഞിരുന്നില്ല. അത് ആ രൂപത്തിൽ വളരെ നിശബ്ദമായിട്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ പങ്കെടുത്തവരുടെ ഇടയിൽ അത്ര വ്യാപകമായിട്ടൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ ഇവിടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്.
നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ ശുചിത്വം. ഈ റോഡ് നോക്കൂ, റോഡിൽ ഒരു പേപ്പർ കഷ്ണം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഞങ്ങളുടെ ഈ ക്യാമ്പിനുള്ളിൽ തന്നെ ഒരു ദിവസം 3 പ്രാവശ്യം ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റ്, ഏകദേശം 3.5 ലക്ഷം ടോയ്ലറ്റാണ് ഈ 35 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളത്. അതും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ശുചിത്വം അതെന്താണെന്നുള്ളത് വരുന്നവർക്ക് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വൃത്തിഹീനമായിട്ടല്ല ഒരിടത്തും കിടക്കുന്നത്. അതിനാവശ്യമുള്ള വെള്ളവും എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ആഹാരം. ശുചിത്വമുള്ള നല്ല ആഹാരം ഏത് ക്യാമ്പിൽ പോയാലും ശരി നമുക്ക് കിട്ടും.